വാ നമുക്കിന്ന് ദംശരാട്സ് കളിക്കാം. ഈ ദംശരാട്സ് എന്ന് വെച്ചാൽ എന്താ? അതിൽ 2 ഗ്രൂപ്പ് ഉണ്ടാകും. ഒരാള് സിംബോളിക് ആയിട്ട് ഏതെങ്കിലും ഒരു സാധനത്തെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ പറയും. അദ്ദേഹം പറയുന്ന ആ കാര്യത്തെ മറ്റൊരാള് കണ്ടെത്തണം. ഈ ഡംഷറാസ് വളരെ നല്ലൊരു ഗെയിമാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഗെയിമാ. കള്ളൻ കള്ളൻ ആരെങ്കിലും അവരെ പിടിക്ക് പിടിക്ക്. അങ്ങോട്ട് നോക്ക്, കള്ളൻ. അവൻ പേഴ്സ് തട്ടിപ്പറിച്ച് പോവാ. വേഗം ചെല്ല്. ഹലോ മിസ്റ്റർ, ആ പേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ആ പേഴ്സ് നിങ്ങളോട് തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഞാൻ കാണുന്നത് സ്വപ്നമാണ്. ഈ പയ്യൻ ഇത്രയും വേഗത്തില് ഈ സൈക്കിൾ എങ്ങനെയാ ഓടിക്കുന്നത്? എടാ ചെക്ക, ദേവി തന്നെ വിട്ടേക്കല്ലേ, എന്നെ രക്ഷിക്ക്, പ്ലീസ് രക്ഷിക്ക്. ശരി, ഓക്കെ ചെല്ല്. ഇനി ഒരിക്കലും ആരുടെയും സാധനം മോഷ്ടിക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് തന്നെയായിരിക്കും ശിക്ഷ. ഒരു കാര്യം പറഞ്ഞിട്ട് പോ. നീ ആരാ മോനെ? നന്മയുടെ സുഹൃത്ത്, തിന്മയുടെ ശത്രു. എന്റെ പേരാണ് വീർ, വീർ ദ റോബോ ബോയ്. താങ്ക് യു വീർ. നീ എങ്ങനെയാ അവന്റെ കയ്യിൽ നീ പേഴ്സ് തട്ടിപ്പറിച്ചത്? തട്ടിപ്പറിച്ചതല്ല ആന്റി, അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണതാ. ഞാൻ ചെന്നത് എടുത്തോണ്ട് വന്നു. ഗുഡ് ബോയ് വീർ, നീ ഒരു വളരെ നല്ല കാര്യമാ ചെയ്തത്. ബൈ ബൈ കുട്ടികളെ. ബൈ. ഷിൻഡു എവിടെയാ ഉള്ളത്? അറിയില്ല അവൻ എവിടേക്കാ പോയതെന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? പറയൂ എന്റെ ബിൻ. എടാ കൂട്ടാ, നീ നിന്റെ അപ്പൂപ്പനെ അങ്ങ് മറന്നുപോയോ? എത്ര ദിവസമായിടാ നമ്മൾ കണ്ടിട്ട്? അപ്പൂപ്പ നിങ്ങളെപ്പോഴാ ഇങ്ങോട്ട് വന്നത്? ഞാനും നിന്നെ പോലൊരു ജിന്നല്ലേ, ജയിൽ ജിലേബി ജിൻ. എസ്കേപ്പ് ആയി പോയി. അവൾ ആരെ കണ്ടാ പേടിച്ചോടിയെന്ന് നിനക്കറിയാലോ അല്ലേ? അപ്പൊ നീയാണല്ലേ അവൾ എസ്കേപ്പ് ആയ കാര്യം പോലീസിനോട് ചെന്ന് പറഞ്ഞത്. പിന്നെ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അതെ അതെ, ഓർമ്മയുണ്ട് അപ്പൂപ്പ. ഞാൻ അവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു. ആരും അറിയാതെ ഞാൻ അത് കാണുകയും ചെയ്തു. അവളു നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഡോങ്കി പവർ എത്ര എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. കലക്കി കളഞ്ഞു. നീ കണ്ടോ ചെണ്ടു? ഇങ്ങനെ വേണം ഫൈറ്റ് ചെയ്യാൻ. പേടിച്ചൊതുങ്ങിയിരുന്ന ഒരു കാര്യവും നടക്കില്ല. ചുൾബുളിന്റെ ധൈര്യം നീ കണ്ടതല്ലേ? അവനെ കണ്ടു പഠിക്ക്. ചുൽബുൾ, നീ വളരെ ധീരനാണ്. ഞാനിത് ഒരിക്കലും മറക്കില്ല. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം വിക്കിടം ദം ദമാദം. നമ്മുടെ ശരീരത്തിൽ നിന്ന് കയ്യിലേക്ക് പവർ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്റെ പവേഴ്സ് എല്ലാം വളരെ ശക്തിയുള്ള മാജിക്കൽ പവേഴ്സ് ആണ്. അല്ലെങ്കിൽ അത് കൈവിട്ടു പോവും. സൂക്ഷിച്ചാണ് ചെയ്യാൻ. ഞാൻ ആദ്യം മാജിക് പഠിക്കണം, എന്നിട്ട് മന്ത്രമൊക്കെ പറയാം. വീർ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അപ്പൂപ്പ, ലേഡി ജിൻ ഇവിടെ വന്നു കഴിഞ്ഞു. അവള് ചിണ്ടുവിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ചുൾബുൾ അവളുടെ കൂടെ ഫൈറ്റ് ചെയ്തു. ഇതാണ് സുഖജീവിതം. ആഗ്രഹിച്ചതെല്ലാം അടുത്ത മിനിറ്റിൽ തന്നെ കിട്ടും. ഇത് കൊള്ളാം. ഇനി നല്ല മധുരമുള്ള ക്യാരറ്റ് ആവശ്യം പോലെ ഇഷ്ടം പോലെ കഴിക്കാം. ചുൾബുൾ, നിന്റെ ഈ കളിയൊന്നും നിർത്ത്. പിന്നെ ഒരു കാര്യം, ഞാൻ പറയുന്നത് കേക്ക്. ഒരു പക്ഷെ അവൾ വേറെ വേഷത്തിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ അത് അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. എന്തായാലും നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. എങ്കിൽ മാത്രമേ അത് അവർക്ക് മനസ്സിലാകാതിരിക്കൂ. നമ്മൾ സംശയിച്ചത് അവൾ മനസ്സിലാക്കരുത്. ഈ ഡംചിരാഗ് തനിച്ചൊരിക്കലും വരില്ല. ഏതായാലും ഞാൻ ട്രൈ ചെയ്യാം. ഇതെല്ലാം ചുൾബുൾ എങ്ങനെയാ ചെയ്യുന്നത്? നീ അപ്പൂപ്പനോടെല്ലാം പറഞ്ഞേക്കെ. ഞാൻ ചെന്ന് പുറത്തേക്ക് പോയി നോക്കിയിട്ട് വരാം. അവള് വീണ്ടും ഇവിടെ വന്നാലോ? എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. മാറി നിൽക്കാൻ. നീ എന്നെ കളിയാക്കാൻ നോക്കുവാണല്ലേ?
ഇതെന്താ? അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! ആരെങ്കിലും രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! വീർ, വീർ ഒന്ന് രക്ഷിക്കൂ! ചുൾബുൾ, നീ ഇങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു. നീയും ചിണ്ടുവിനെ പോലെ ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത്. എല്ലാം പഴയതുപോലെ തന്നെ മാറ്റ്. നിന്റെ പവേഴ്സ് ചിണ്ടുവിന് തിരിച്ചു കൊടുത്തേക്ക്. വരൂ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഞാനും നിങ്ങളുടെ കൂടെ കളിക്കും. എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഞങ്ങള് നിന്റെ കൂടെ കളിക്കില്ല. എന്റെ കൂടെ കളിക്കില്ലെന്നോ? അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ ചെന്ന് വിളിച്ചിരുന്നാലും ഞാൻ അതൊക്കെ വിളിച്ചു പറയും. ഓക്കെ ബണ്ടി, നീ ഞങ്ങളുടെ കൂടെ വന്ന് കളിക്ക്. എന്നാൽ ശരി, നീ ആദ്യം ചെന്ന് കണ്ണുപൊത്തി എണ്ണാൻ തുടങ്ങിക്കോ. ഞങ്ങൾ വിളിക്കാം. ഓക്കെ, നീ വേണേ നോക്കിക്കോ. 1 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾ എല്ലാരും കണ്ടെത്തും. 1 2 3 4 5 6 7 8 9 10. ഓക്കേ, ഞാനിതാ വരുന്നു. അയ്യോ ചുൾബുൾ ആ കാറിലാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആ കാർ അങ്ങോട്ട് അപ്രത്യക്ഷമാക്കിയേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. അയ്യോ, രക്ഷിക്കണേ! രക്ഷിക്കണേ! അതെ, ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരോടും പറയരുതട്ടോ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. രക്ഷിക്കണേ! അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ മോനെ, ഞാൻ എന്തിനാ വെറുതെ അലറി വിളിച്ചത്? ഞാൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ശരിക്കും ഞാൻ എന്താ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു. ബൈ ബൈ മോനെ. ബൈ ബൈ അച്ഛാ. ബൈ. നിന്നെ ഞാൻ കണ്ടെത്തി. ചെല്ല് ചെല്ല്, ഇനി നീ ചെന്ന് കണ്ണടച്ചേണ്. ചെല്ല്. നീ വേറെ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കും. ഞാനൊരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചിരിക്കും. ആർക്കും എന്നെ കണ്ടെത്താനാവില്ല. ആരെങ്കിലും എന്നെ കണ്ടുപിടിക്കണ്ടോന്ന് നമുക്ക് നോക്കാം. പൊക്കോ. നീ എവിടെ പോയി ഒളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എങ്ങനെ ഒളിച്ചിരിക്കുന്നു നോക്കട്ടെ. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ചേടാ, ഇതെനിക്ക് എന്താ പറ്റിയത്? അയ്യോ, ഓടിക്കോ. മാഡ് മാക്സ്, ഈ സ്യൂട്ടിലുള്ള ഇലക്ട്രിക് പവർ കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വേഗം ചെല്ലാം. ഇതിന്റെ പേരാണ് ലൈറ്റ്നിങ് സ്പീഡ്. ഇപ്രാവശ്യം നമുക്ക് വീറിനെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കണം. നിന്റെ വേഗത കാരണം അവന് നിന്നെ കാണാൻ പോലും സാധിക്കില്ല. അവന്റെ കഥ ഇതോടെ അവസാനിക്കും. You are genius, boss. He is right, boss. ഞാനൊരു ട്രയൽ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെ ജോലി ചെയ്തെന്ന് അറിയണമല്ലോ. ശരിക്കും ഇത് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ബോസ്. ഇന്നാ പിടിച്ചോ ബോസ്. വണ്ടി ചവിട്ടിയിട്ട് നിൽക്കുന്നില്ലല്ലോ. Roboboy suit on. Roboboy suit on. Uncle എന്തിനാ ഇത്ര വേഗതയിൽ വണ്ടി ഓടിക്കുന്നേ? എന്ത് പറ്റി? വണ്ടിയുടെ ബ്രേക്ക് പോയി. റോബോബോയ്, ഒന്നും നിർത്തിയതാ. അയ്യോ, താങ്ക് യു റോബോബോയ്. റോബോബോയ്, ഞങ്ങൾക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ? എനിക്ക് കൂടി വേണം, എനിക്ക് കൂടി. ഞാനതെല്ലാം കണ്ടു. ഇന്ന് നിങ്ങളുടെ രഹസ്യം ഞാൻ ടോട്ടൽ ഫുർസത്ഗഞ്ച് മുഴുവൻ വിളിച്ചു പറയും. ധീറാണ് റോബോബോയ് എന്ന് ഞാൻ പറയും. വണ്ടി
ഇവിടെയുള്ള ഓരോ കുട്ടികളുടെ ഉള്ളിലും റോബോബോയ് ഉണ്ട്. ശരിയല്ലേ ചുണ്ടു? നീ നന്മയുടെ കൂട്ടുകാരനാണെങ്കിൽ തിന്മയുടെ വിരോധിയാണെങ്കിൽ എന്ത് കാര്യമായിട്ട് പറയാണോ? എന്നെ വെറുതെ മണ്ടനാക്കുവാണല്ലേ? അല്ല, ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ ലോകത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുന്നവനാണ്. തിന്മയുടെ എതിരെയാണ് ഞാൻ. എന്നിട്ട് ഞാൻ റോബോബോയ് ആയില്ല, കണ്ടില്ലേ? എന്റെ റോബോബോയ് ഡ്രസ് എവിടെയാണുള്ളത്? നീ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. നീ സിനിമയിലൊക്കെ കണ്ടു കാണില്ലേ, ഒരു സൂപ്പർ ഹീറോ പെട്ടെന്നൊക്കെ വേഷം മാറുമ്പോ അവൻ ഓടുമ്പോ അവന്റെ ഡ്രസ് പെട്ടെന്ന് ചേഞ്ച് ആവും. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ ഓടാൻ തുടങ്ങാം. അപ്പോഴും എന്റെ ഡ്രസ് ചേഞ്ച് ആയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാ, പറഞ്ഞേക്കാം.